ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഒരു സെറ്റ് സാരിക്ക് മേക്ക് ഓവർ കൊടുക്കാൻ പോവാം. ഇപ്പോൾ ഉള്ളൊരു ട്രെൻഡിങ് ആണല്ലോ അല്ലേ, എന്താ ഡബിൾ ഷെയ്ഡിലുള്ള സെറ്റ് സാരി. പിന്നൊന്നും നോക്കിയില്ല, നേരെ അമ്മൻ്റെ ഒരു പഴയ സാരി എടുത്ത്. പുതിയത് ചോദിച്ചിട്ട് തന്നില്ല, അതുകൊണ്ട് പഴയത് എടുത്ത്. സാരമില്ല, ആർക്കും ഇനി ഒരു വിശ്വാസമില്ല, അതുകൊണ്ടാണ് പഴയത് തന്നെ. ഞാൻ ചൂസ് ചെയ്ത കളറ് റാണി പിങ്ക് ആണേ. എന്നാൽ നമുക്ക് ഡൈയിങ്ങിലേക്ക് കിടക്കല്ലേ. ഞാൻ ഡൈ ചെയ്യാൻ പോകുന്നത് ഈ വട്ടച്ചെമ്പിലാണ് കേട്ടോ. ഞാൻ വട്ടച്ചെമ്പിലാണ് കേട്ടോ ഡൈ ചെയ്യുന്നത്. ഇനി ഇത് കുക്കിംഗ് വീഡിയോ ആണോ എന്ന് വിചാരിക്കേണ്ട, എൻ്റെ ഒരു കുക്കിംഗ് വീഡിയോയ്ക്കും ഒരൊറ്റ വ്യൂവേഴ്സും ഇല്ല. അങ്ങനെ ഡൈ ചെയ്യാൻ ആവശ്യമായുള്ള പാത്രം വെക്കുക, അതിലാവശ്യമായിട്ടുള്ള വെള്ളം എടുക്കുക, കുറച്ച് ക്വാണ്ടിറ്റിയിൽ കല്ലുപ്പ് ഇടുക, പിന്നെ നമ്മൾ ഡൈ പൗഡർ എടുക്കുക, നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് എത്ര ഭാഗത്തേക്കാണോ ഡൈ ആവേണ്ടത് വെച്ചാൽ അത്രയും ഭാഗം മാത്രം അതിൽ മുക്കിയിട്ട്, നമുക്ക് ഡാർക്ക് ഷെയ്ഡ് നല്ല ഡാർക്കായിട്ടാണ് വേണ്ടത് വെച്ചാൽ കുറച്ച് സമയം 2-3 പ്രാവശ്യം ഒന്ന് മുക്കിയാൽ മതി. ലൈറ്റ് ഷെയ്ഡാണെങ്കിൽ ഇത്രയും മുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചെയ്യേണ്ടത്, നമുക്ക് കുറച്ച് തണുത്ത വെള്ളത്തിൽ നമ്മുടെ ഡൈ ഫിക്സ് എന്ത് ചെയ്യുക, മിക്സ് ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മൾ ഈ ഡൈ ചെയ്ത സാരി ഉണ്ടല്ലോ, നമ്മൾ ഡൈ ചെയ്ത സാരി അതിലേക്ക് സോക്ക് ചെയ്ത് വെക്കുക കുറച്ച് സമയം. അങ്ങനെ നമ്മളെ ഡൈയിങ് പ്രോസസ്സ് കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. എന്നിട്ട് ആ ഡൈ ഫിക്സ് ഒന്ന് എടുത്തിട്ട് ഒന്ന് നമുക്ക് ഇനി വെയിലത്തിട്ട് ഉണക്കാൻ വെക്കാം കേട്ടോ. എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് എൻ്റെ 2 ഏട്ടന്മാർ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ എല്ലാ പണിയും അവരെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ചിട്ടോ, ഒരു മനസുഖം. അവരാ കഷ്ടപ്പെട്ട് തൂക്കിയിടുന്ന അയലിൻ്റെ മേലെയൊന്നല്ല കേട്ടോ, അമ്മമ്മൻ്റെ കേബിളിൻ്റെ ലൈനാണത്. അപ്പോൾ ഇതാണ് ഫൈനൽ റിസൾട്ട്. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ എല്ലാവരും. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇതേപോലത്തെ പഴയ സാരി ഉണ്ടെങ്കിൽ ഒന്ന് എടുത്ത് ഡൈ ചെയ്ത് നോക്ക്. അപ്പോൾ ശരി എന്നാൽ.